അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊരു മീൻ പിടുത്തം. അപ്പോൾ നമ്മളിവിടെ ഉള്ളത് മങ്കരയാണ്. മങ്കര പാലാണ് ആ കാണുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ പോകണം കടവിലേക്ക്. ഈ തോട് മുറിച്ച് കിടക്കണം ഇനി അങ്ങോട്ട്, എന്നിട്ടാണ് കടലിലേക്ക് പോകണം. ഈ വഴിയാണ് പോകുന്നത്. ഈ വഴിക്കാണ് പോയി കഴിഞ്ഞാൽ ഒരുപാട് മീൻ പിടിക്കാൻ പറ്റിയ തളങ്ങളുണ്ട്. കുറച്ച് ചളിയൊക്കെ നിറഞ്ഞൊരു വഴികളാണ്. മീൻ പിടിക്കാൻ പോകാന്ന് പറഞ്ഞാൽ ചെറിയ ടാസ്ക്കാണ്. ഈ ടാസ്ക് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ കുറേ കടകളുണ്ടാവും അവിടെ. ഇപ്പം നമ്മൾ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഇടത് ഭാഗത്തൊരു വഴിയുണ്ട്. ആ വഴിയുടെ ഇങ്ങനെ വരുന്നത് ഇനി പോണത് ഈ വഴിക്കാണ്. ഈ വഴിക്ക് കുറേ അങ്ങോട്ട് പോകണം. കുറച്ച് ദൂരം നടക്കാണ്ട്. വണ്ടി കൊണ്ട് ഇതിൽ പോകാൻ പറ്റില്ല, കാരണം പൂന്തി കഴിഞ്ഞാൽ ആകെ പണിയാവും. അത് നടന്നിട്ട് തന്നെ പോകണം. ഇതിങ്ങനെ കുറേ ദൂരമാണ് പോകേണ്ടത്. ഈ വഴിക്ക് കുറേ ദൂരം നടന്നു പോകണം. ഇതിന് കുറേ മേലെ പോയി കഴിഞ്ഞാൽ ഒരു കെട്ടുണ്ട്. അവിടെയും കുറേ തളങ്ങളുണ്ട്. അപ്പോൾ ഈ വഴിക്കാണ് വന്നത്. അപ്പോൾ ഇവിടെ ഒരു കടവ് കാണുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിയേക്കാം. ഇവിടെ ആണ് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഭാഗത്ത് ഒരു വീട് കാണുന്നുണ്ട്. വലിയൊരു വീടാണ്. എന്താണെന്നൊരു പിടുത്തമില്ല. നല്ലൊരു അടിപൊളി വീടുണ്ട്. വീടെന്ന് വെച്ചാൽ ഒരു പിടുത്തം വിട്ട് ഒന്നൊന്നര വീടാണ്. ഈ പുഴയുടെ അക്കരമയാണ് അത് കാണുന്നത്. നമ്മളുള്ളത് ഇക്കരമേലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സ്ഥലം കൂടെ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മൾ ട്രെയിനിന് പോകണ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണാം, എങ്കിലേ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇത് കാണിച്ചു തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ ഈ സ്ഥലത്തേക്കൊന്നും വരാത്ത ആളുകൾക്കും ഇതുപോലെ കാര്യങ്ങളും പുഴവക്കും ഇതുപോലത്തെ സൗന്ദര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കാനാണ് നിങ്ങൾക്ക് നമ്മളിത് കാണിച്ചു തരുന്നത്. ഇവിടെ ഒരു കട്ടിങ് ആണ്. ഈ കട്ടിങ് ഒന്ന് അടിയിലേക്ക് ഇറങ്ങി പോകണം. അവിടേക്ക് മീൻ പിടിക്കാൻ പോകണമെങ്കിൽ അവിടെ കണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ഇവിടെയൊക്കെ ഒറ്റക്ക് പോയിരുന്നാൽ ചിലപ്പോൾ പേടിയാവും. ഇതാണ് നമ്മൾ ഇറങ്ങി പോകാൻ മടിച്ച കടവ്. ഇവിടേക്കൊക്കെ അവിടെയൊക്കെ ഒറ്റക്ക് ഒരാൾ പോയിരുന്നാൽ പേടിയാകുമല്ലേ? നിങ്ങൾ പറ, കമൻ്റ് ആയിട്ട് പറയോ. അവിടെയൊക്കെ മീൻ പിടിക്കുന്ന സ്ഥലങ്ങളുണ്ടോ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ മീൻ പിടിക്കലല്ല, ഈ ഒരു കാര്യങ്ങൾ കാണിച്ചു തരും. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും നടക്കില്ല. മഴ ഇങ്ങനെ മൂടിക്കെട്ടുണ്ട്. ഇനി കുറച്ച് മേലെ പോയി കാണിച്ചു തരാം കേട്ടോ. മേലെ കുറേ കടവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേലെ ഒരു കെട്ടും കാര്യങ്ങളും ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ മുഴുവനായിട്ട് മങ്കരയില്ല കേട്ടോ. മങ്കര എന്നാൽ ഒരു സൈഡിലെ ഒരു ഭാഗമാണ്, ഒരു സൈഡത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇനി മങ്കര എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് കടവുകളൊക്കെ ഉണ്ട്. ഇവിടെ ഈ സൈഡും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇവിടേക്ക് എങ്ങനെ സ്ലിപ്പായ പോവും. ഇങ്ങനെ ഇറങ്ങി പോകണം കേട്ടോ. ഇവിടെ വക്കത്ത് കാണുമ്പോൾ പോണത് പട്ടരംകൂടത്തിനുള്ളിൽ കൂടി. ഭീകരമായ കാഴ്ചകൾ. അത് അവിടെ ഒരു കടവുണ്ട്. ഇതൊക്കെ കണ്ട് പട്ടലംകൂട്ടത്ത് ഇത്രയും വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഈ കൂടെ ഇങ്ങനെ ആകെ കച്ചറായിട്ട് നടക്കുകയാണ്. പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളൊക്കെ ഒന്ന് അടഞ്ഞിറക്കാം. ഇവിടെ വിശാലമായ ഒരു ഗ്യാപ്പ്, ഒടിഞ്ഞു തൂങ്ങിക്കിടന്ന മരങ്ങൾ. ഇവിടെ വെക്കട്ടത് പട്ടലംകൂട്ടം. നമ്മൾ നേരെ ആ കടവേക്ക് ഇവിടെ ഇങ്ങനെ പോവാം.
ഇവിടെ കുറെ കെട്ടൊക്കെ ഉണ്ടായിരുന്ന കെട്ടൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയിക്കണു. അപ്പോൾ ഇവിടെ ഒരു കടവാണ്, മീൻ പിടിക്കണ കടവ്, കുളിക്കണയൊന്നുമല്ല കേട്ടോ. അതാണ് കെട്ട്, അവിടെയാണ് കെട്ടും കാര്യങ്ങളൊക്കെ. ഇതാണ് അവിടെ നല്ലൊരു അടിപൊളി വീടുണ്ട്. ആ വീട് എന്താണ് റിസോർട്ട് എന്താ തോന്നുന്നുണ്ട്. വീടൊന്നുമല്ല, അത്ര വലിയ ഫ്ലോട്ടാണത്. വലിയൊരു ഫ്ലോട്ടിലാണ് ഈ സംഗതി ഉള്ളത്. ഒരു അടിപൊളി കേട്ടോ. കണ്ട അതിൻ്റെ മുകളിലൊക്കെ ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് പുഴയുടെ അക്കരയാണുള്ളത്. കണ്ടോ, ഇത് ആരതാണിതൊന്നും അറിയില്ല. സംഭവം കാണാൻ നല്ല രസമുണ്ട്. പുഴയുടെ വക്കത്താണത് ഉള്ളത്. പുഴ ഒരുപാട് വീതിയുണ്ട്. നമ്മളാ മേൾഭാഗത്താണ് കെട്ടുള്ളത്. കെട്ടിൻ്റെ അവിടെ പോയിട്ട് കാണിച്ചു തരാം, കെട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം നമ്മൾ തൽക്കാലം ഇവിടെ വേണ്ട, മുകളിൽ പോയിട്ട് മൊത്തം കണ്ടിട്ട് ഇങ്ങോട്ട് വരാം. ഇതിൽ വഴിയില്ല, മേലേക്ക് ഇതിൽ കൂടെ കയറി പോകണം. ഇവിടെ എന്തൊക്കെ പടവ് ഇഷ്ടിക, ഒരു ഇഷ്ടികക്ക് ഇപ്പോൾ 15 ഉറുപ്യ കേട്ടോ. അതാണ് ഈ പൊളിഞ്ഞ് കിടക്കുന്നത്. പണി പാളി. മഴ പെയ്തു സീപ്പാണ്. മഴ ചാറുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ തൽക്കാലം ഈ ഒരു സ്ഥലങ്ങളൊക്കെ ഒന്ന് പിന്നെ കാണിച്ചു തരാം. അടിപൊളി സ്ഥലമല്ലേ. ഇത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയണം കേട്ടോ, കമൻ്റായിട്ട് പറയണം. ഇതൊക്കെയാണ് പുഴയുടെ സൈഡിലുള്ള കാഴ്ചകൾ. നല്ല അടിപൊളി പട്ടലും കൂട്ടങ്ങൾ, ചീമക്കൊന്നകളൊക്കെ തൂങ്ങിയിരിക്കണ നല്ലൊരു അടിപൊളി വൈബാണ്. അത് അവിടെയാണ് കെട്ടുള്ളത്. കെട്ടിൻ്റെ അവിടേക്ക് നമുക്ക് ഇനി പോകണം. അതിൻ്റെ മുമ്പേ നമുക്ക് ഇവിടെ ചൂണ്ടുള്ള പരിപാടി നിർത്തണം. ഇവിടെ ചൂണ്ട നിട്ട് നോക്കാം എന്താ മറന്നു. പക്ഷെ അതിന് മഴ തോരണം, മഴ പെയ്തിട്ട് മുമ്പേ. അപ്പം നമ്മൾ ഇവിടുന്ന് പോവുകയാണ്, വേറെ കടവിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് നമ്മൾ ചൂണ്ടിട്ടത്. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാലേ വെള്ളം കുറവായിട്ട് മീനുകളെല്ലാം പിടിക്കില്ല. അപ്പോൾ നമ്മൾ വേറെ കടവിലേക്ക് പോകണ്ട. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പോണത് ആ ഒരു കെട്ടിൻ്റെ താഴ്ഭാഗമാണത്, അതാണ് കെട്ട്. ആ കെട്ടിൻ്റെ താഴത്തെ ഒരു കടവാണത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി പോവാണ്. ഇനി നമുക്ക് വേറെ ഒരു കാര്യങ്ങളുണ്ട്, വേറെ ഒരു കടവുകളുണ്ട്. ഈ മെയിൻ റോഡിൽ പോയിട്ട് വേറെ ഒരു സൈഡിന് പോയിട്ട് കടവുണ്ട്. അപ്പം നമ്മൾ അവിടേക്കാണ് പോണത്. ഇതിവിടെ പോകൽ ഭയങ്കര ടാസ്ക് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട മാതിരി ആ പട്ടണംകോടത്തൂടെയാണ് പോണത്. ഇവിടെ കണ്ട മാനുണ്ടോ, വറകൊക്കെ തന്നെ വണങ്ങി കിടക്കുന്നുണ്ട്, ആർക്കും വേണ്ടാത്ത മാതിരി. കച്ചറ കിച്ചറ ഉള്ള കച്ചറയാണ്. ഫുള്ള് നോണ്ടിട്ട് വേണം പോകണ്ട. ഈ ടാസ്ക് തന്നെയാണത്. ഈ ടാസ്ക് കഴിഞ്ഞു. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി നല്ല കൂളിംഗ് ആണ്. ഇവിടെ നിങ്ങൾ ആരെങ്കിലും അഥവാ ഇവിടെ വന്ന് പെട്ട് കാണിച്ചാൽ ഇവിടെ ആരെങ്കിലും ഒരാൾ രാത്രി ഒറ്റക്ക് നോക്കുമോ? വീട് കാണുന്ന ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ.
ഞാൻ നിൽക്കൂല. കാരണം അമ്മാരി കാടാണ്. ഈ മാതിരി പട്ടണം കൊടുക്കുന്ന അടി കൂടെയൊക്കെ പാമ്പും ചേനൊക്കെ കയറി വരും രാത്രി ഉറപ്പാ. ഈ പട്ടണംകൂടത്തിൽ രാത്രി ചിലപ്പോൾ പ്രേതങ്ങളെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്രയും മഹാപട്ടണംകൂട്ടാണ്.